+2 പഠിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ സത്യസന്ധമായിട്ടൊരു കമൻറ്റ് ക്രിസ്മസ് എക്സാമിന് പഠിച്ചു തുടങ്ങിയോ? യെസ് ആണെങ്കിൽ അങ്ങനെ, നോ ആണെങ്കിൽ നോ. ഒന്നും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അത് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണെന്ന് അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതും ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. സാറേ ക്രിസ്മസ് എക്സാം ആവാനായി, ലൈവ് ഒന്നും തുടങ്ങുന്നില്ലല്ലോ, എങ്ങനെ ഞങ്ങൾ പഠിച്ചു തുടങ്ങണം? സാധാരണ ഞങ്ങൾ 10ാം ക്ലാസ്സിൽ 9ിലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റഡി പ്ലാനുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പം എന്താ സ്റ്റഡി പ്ലാനുകളൊന്നുമില്ലേ? ആ സ്റ്റഡി പ്ലാൻ ഉണ്ട്, അത് പറയാൻ തന്നെയാണ് നമ്മൾ വന്നത്. കൃത്യം 7:30 +2ൻ്റെ കൃത്യം 7:30 നമ്മുടെ ചാനലിൽ, അതായത് ഒക്ടോബർ 14 ചൊവ്വാഴ്ച കൃത്യം 7:30 നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടുക. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കാമെന്നുള്ള ഒരു സ്റ്റഡി പ്ലാൻ തരുന്നുണ്ട്. മാത്രമല്ല ഇനിയുള്ള ഓരോ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി എത്ര ദിവസങ്ങളുണ്ടെന്ന് ആദ്യം നോക്കാം. ഒക്ടോബർ പകുതിയായി കഴിഞ്ഞാൽ ഒക്ടോബർ ലാസ്റ്റ് ഒരു 15 ദിവസം, പിന്നെ ഒരു നവംബർ മാസം ഉണ്ട്. അപ്പോൾ 15 ഒരു 30 45 ദിവസം. ഡിസംബറിലേക്ക് എത്താൻ ഇനി ഒരു 45 ദിവസമാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ ഡിസംബർ 1 തന്നെ സാറെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യോ? ഇല്ല. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം സ്റ്റാർട്ട് ചെയ്യോ? ഇല്ല, എക്സാം സ്റ്റാർട്ട് ചെയ്യില്ല. പിന്നെ എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക? എക്സാം സ്റ്റാർട്ട് ചെയ്യൽ ചിലപ്പോൾ ഒരു 11ാം തീയതിയോ 12ാം തീയതിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു 10 ദിവസം ഉണ്ടെന്ന് വിചാരിക്കുക. 45 + 10 ടോട്ടൽ 55 ദിവസം. പക്ഷെ നമ്മൾ ഈ 10 ദിവസം നമ്മൾ കണക്കിൽ പെടുത്തരുത്. കാരണം 45 ദിവസം കൊണ്ട് വെൽ സ്റ്റഡി ആയിരിക്കണം നമ്മൾ. മാത്രമല്ല ഈ 10 ദിവസം നമുക്ക് എന്തായിരിക്കണം, ഒരു റിവിഷൻ്റെ ഡേറ്റ് ആയിരിക്കണം. ബാക്കിയുള്ള 10 ദിവസങ്ങൾ റിവിഷൻ്റെ സംഭവിക്കും. അപ്പോൾ ഈ ഒരു 45 ദിവസം കൊണ്ട് സാറ് ഞങ്ങളെ പഠിപ്പിച്ച് തരാൻ പറ്റുമോ? ഞങ്ങൾ ഓണം എക്സാമിന് പാരൻസിനൊക്കെ വാക്ക് കൊടുത്തതായിരുന്നു. ഓണം എക്സാം ഞങ്ങൾ ഇങ്ങനെയൊക്കെ പോയി, പക്ഷേ ക്രിസ്മസ് എക്സാമിന് അടിപൊളിയാക്കാതെ. പക്ഷേ സ്കൂൾ ആർട്സ്, സ്പോർട്സ്, സബ്ജില്ല ഇതൊക്കെ കൂടി ഞങ്ങളും അവസാന വർഷമല്ലേ, +2 ലൈഫിൽ സ്കൂൾ ജീവിതത്തിൽ അവസാന വർഷമല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങളും എല്ലാ പരിപാടിക്ക് കൂടണം മക്കളെ. ഒരിക്കലും അത് ഒഴിവാക്കരുത്, ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ സ്കൂളിലെ ടൂറും വരുന്നുണ്ട്, അതിനും ഒരു 3-4 ദിവസം നമ്മളെല്ലാം കൊണ്ടും ഫുൾ എന്തായിരിക്കും, ഫുൾ പാക്ക്ഡ് ആയി നിൽക്കായിരിക്കും അല്ലെ, ഫുൾ എൻഗേജ്ഡ് ആണ്. അതിൻ്റെ ഇടയിൽ മക്കളെ നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഈ അക്കാഡമിക്സ് പഠന നിലവാരം വളരെ കുത്തനെ കുറഞ്ഞു. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ബൂസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യം ഒക്ടോബർ 14 ചൊവ്വാഴ്ച കൃത്യം 7:30 സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നത്. എങ്ങനെ ഇനിയുള്ള 45 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കാം, സെറ്റാവാം, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മക്കൾ റെഡി ആണെങ്കിൽ നമ്മൾ പറയുന്ന ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ക്ലാസ് ഗ്രൂപ്പിലൊക്കെ കിട്ടി സെറ്റാക്കിയിട്ട് നമ്മൾ വരാം. അപ്പോൾ മറക്കണ്ട, ഒക്ടോബർ 14 ചൊവ്വാഴ്ച കൃത്യം 7:30 വെൽ സ്റ്റഡി പ്ലാനുമായിട്ട് വരുന്നുണ്ട്. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഇവിടെ നിൽക്കാം, നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ തല താഴ്ത്തേണ്ടി വരില്ല, എന്തായാലും ഉറപ്പ് തരികയാണ്. താങ്ക് യു.